ഇഷ്ടാന്ന് പറഞ്ഞറിയാട്, ബാക്കി പറയോ? ആ അന്നത്തെ നോട്ടവും അവളുടെ ചിരിയൊക്കെ കിട്ടിയപ്പോ എന്റെ കോൺഫിഡൻസ് ഒക്കെ അങ്ങ് കൂടി. ബാക്കി പറ. എന്നിട്ടെന്താ, എനിക്ക് അവളോട് എങ്ങനെയും ഇഷ്ടമാണെന്ന് പറയണം. അടുത്ത ദിവസം സ്കൂളിൽ പോകുമ്പോൾ എന്ത് വില കൊടുത്തും അവളോട് ഇഷ്ടമാണെന്ന് പറയാൻ തീരുമാനിച്ചേ. സ്കൂളിൽ പോയില്ലേ നീന്ന്? പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹർത്താലല്ലേ, ഞാനത്ര ഹാപ്പിയൊന്നും അല്ലായിരുന്നു. പക്ഷേ എന്തായാലും ഇത് നന്നായി. കാരണം ഇത് ചുമ്മാ കയറി പറയാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ, മനസ്സുറന്ന് പറയണ്ടേ. അങ്ങനെ ഞാനൊരു പ്ലാനം കിട്ടും. എന്ത് പ്ലാൻ? ലെറ്റർ. ലവ് ലെറ്റർ. പ്രിയപ്പെട്ട റിയ, താനൊന്ന് നോക്കിയ നോട്ടമുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ 11 KV ലൈനിലിരുന്ന കാക്കയുടെ അവസ്ഥയായിരുന്നു എൻ്റെ. ഒറ്റ അടിയായിരുന്നു. മോളെ, ഇതൊരു കലയാണ്, നമ്മളതൊരു കലാകാരന്. എന്നിട്ട് ഈ കലാകാരൻ റിയക്ക് ലെറ്റർ കൊടുത്തായിരുന്നോ? അന്ന് ലെറ്റർ എഴുതി കഴിഞ്ഞ് വാപ്പിച്ചിയുടെ ഫോണും കട്ടെടുത്ത് നേരെ ആകാശേട്ടനെ വിളിച്ചു. ചേട്ടാ ഞാനൊരു ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട്, റിയക്ക് കൊടുക്കാൻ. ലെറ്ററാ? എങ്ങനെ കൊടുക്കാൻ? എനിക്കൊരു പ്ലാനുണ്ട്, ലേശം റിസ്കാ. താൻ എന്ത് ചെയ്യാൻ പോവാ? എനിക്ക് റിയയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് റിയയുടെ കയ്യിൽ ഈ ലെറ്റർ കൊടുക്കണം. വീട്ടിൽ കൊണ്ട് കൊടുക്കാനാ? അതിനെ കൊണ്ട് വീടറിയാവോ? എനിക്ക് അവളുടെ വീടറിയത്തില്ല, പക്ഷെ എനിക്ക് അവളുടെ ചെരുപ്പറിയാം. ഞാൻ അവളെ എപ്പോ തൊട്ട് നോക്കാൻ തുടങ്ങിയതാ. അവളുടെ കമ്മലും അവളുടെ ചെരുപ്പും അവളുടെ ബാഗും പോട്ടെ, അവള് യൂസ് ചെയ്യുന്ന ലാവണ്യ പൗഡറിന്റെ മണം വരെ എനിക്ക് വൃത്തിക്കറിയാം. ചെരുപ്പ് കൊണ്ട് ഒരാളുടെ വീട് കണ്ടുപിടിക്കുന്നത്? ചേട്ടാ, ആ ചെരുപ്പ് അവളുടെ വീടിന്റെ വാതിക്കെ കാണത്തില്ലേ? അപ്പൊ അവളുടെ വീട് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എന്റെ മോനെ, അത് മാസേ. അതിനേക്കാളുടെ വീട്ടിലുള്ള വഴി അറിയാവോ? അറിയാം. അന്ന് ഞാൻ സർബത്ത് കുടിക്കാൻ വേണ്ടി പോയപ്പം അവളുള്ള അച്ഛനും കൂടി ഒരു വഴിയിലോട്ട് കയറി പോകുന്ന കണ്ട്. അവിടെ തന്നെ ഇവിടെ ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ ആ ഏരിയയിലുള്ള എല്ലാ വീട്ടിലും കയറി ഇറങ്ങാനുള്ള ലൈസൻസ് എൻ്റെ കയ്യിലുണ്ട്. എന്ത് ലൈസൻസ്? ലൈസൻസ് അല്ലേ? മോളിപ്പോ കിടന്ന് പറഞ്ഞ ബാക്കി നാളെ രാവിലെ പറഞ്ഞേക്കാം. ബൈ, ഗുഡ് നൈറ്റ്.